ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ എത്ര സൈസ് വേണം, എത്ര സൈസ് ഉണ്ടെങ്കിലാണ് സ്ത്രീ തൃപ്തിപ്പെടുക എന്നുള്ള ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആദിയോടുകൂടെ ആളുകൾ പലപ്പോഴും വരാറുണ്ട്. അതേപോലെ ഈ അടുത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവരൊരു കഥ പറയായിരുന്നു. ഇങ്ങനെ സൈസിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞപ്പം അവരുടെ ഒരു അറിവിലുള്ള ഒരാൾ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ ഭർത്താവുമായിട്ട് പിണങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ആദ്യ രാത്രിയിൽ ഭർത്താവിൻ്റെ ലിംഗം കണ്ട് അതിൻ്റെ വലുപ്പം കണ്ട് അവൾ ഞെട്ടിപ്പോയി. ഭയങ്കര തീരെ ചെറിയ സൈസാണ്, ഒരിക്കലും എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇയാളുമായിട്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് ഉടനെ തന്നെ ഡിവോഴ്സായി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ ഒക്കെ കഥകൾ ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്നുണ്ട്, സർവ്വസാധാരണയായിട്ട് നടക്കുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു കാരണത്താൽ തന്നെ ആളുകൾ ഭയങ്കര പാനിക് ആവാറുണ്ട്. അയ്യോ എനിക്ക് സൈസ് പോരെ, എനിക്ക് എൻ്റെ വൈഫിനെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ലേ, അവൾ എന്നെ കളിയാക്കുമോ, എനിക്ക് അവളുടെ മുൻപിൽ ഒരു വില ഉണ്ടാവില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് ഇതിൽ ശരിക്കും നമ്മൾ നോക്കേണ്ടത്, എന്തൊക്കെ ചെയ്താലാണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എത്ര സൈസ് വേണം എന്നുള്ള ക്വസ്റ്റ്യന് ഒരു ഉത്തരമായിട്ടാണ്. അതായത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ കറക്റ്റായിട്ട് തൃപ്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ സൈസിൽ ആക്ച്വലി ഒരു ഫാക്ടർ എന്നുള്ളതില്ല. അവിടെ സ്ത്രീക്ക് കറക്റ്റായിട്ടുള്ളൊരു സമീപനം കിട്ടുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ഇമോഷണലി അവിടെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുകയാണ്, അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് നടക്കുന്നുണ്ട്, കറക്റ്റ് ഫോർ പ്ലേ നടക്കുന്നുണ്ട്, കറക്റ്റ് ടൈം കൊടുക്കുന്നുണ്ട്, കറക്റ്റ് രീതിയിലാണ് നിങ്ങൾ ആ ഒരു ബന്ധത്തിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു സ്ത്രീയും അവിടെ സാറ്റിസ്ഫൈഡ് ആകും. പക്ഷേ ഈ ഒരു സൈസിൻ്റെ വിഷയം എന്നുള്ളത് ശരിക്കും വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഈ സ്ത്രീയോ പുരുഷനോ നിരന്തരം ഫോൺ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഫോണിൽ കാണുന്ന ഒരു സൈസാണ് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടത്, അല്ലെങ്കിൽ അതായിരിക്കണം എൻ്റെ സൈസ്, എന്നാൽ മാത്രമേ എനിക്ക് ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്ന തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, ഒരു സ്ത്രീയുടെ വജൈന അല്ലെങ്കിൽ ഈ പറയുന്ന യോനി എന്ന് പറയുന്ന ഒരു കനാലാണ്. ആ കനാൽ എന്ന് പറയുന്നത് ആകെയുള്ള ഒരു സൈസ് എന്ന് പറയുന്നത് 7 to 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പം അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഒരു ആവറേജ് സൈസിനുള്ള സൈസ് തന്നെയുള്ളൂ. അപ്പം ഏതൊരു ആവറേജ് സൈസിലുള്ള ഒരു ലിംഗത്തിനും ഈ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയെ എന്തായാലും തൃപ്തിപ്പെടുത്താൻ പറ്റും. പൊതുവിലേ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. യൂഷ്വലി ഇത്ര സൈസ് തന്നെ മതി. ഓക്കെ, പിന്നെ അതേപോലെ പറയാനുള്ളത് എന്ന് പറയുന്നത്, അവിടെ ഫിസിക്കൽ മാത്രമാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ഒരു സൈസിൻ്റെ പേരിൽ അല്ലെങ്കിൽ സൈസ് മാത്രമാണ് ഫാക്ടർ എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരുപാട് ഡിവോഴ്സസ് നടക്കില്ലായിരുന്നു. കാരണം പലപ്പോഴും സ്ത്രീകൾ വന്ന് പറയുന്ന പരാതി എന്ന് പറയുന്നത്, എനിക്ക് സെക്സ് എൻ്റെ ലൈഫിൽ വേണ്ടോളുണ്ട്, പക്ഷേ എനിക്ക് ആ ഒരു ആളുമായിട്ട് ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഫീൽ ചെയ്യുന്നില്ല, ഞങ്ങൾ തമ്മിൽ മൈൻഡ് റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഇല്ല, ശരീരം റിലേറ്റഡ് ആയിട്ട് സെക്സിനപ്പുറം ഒരു കണക്ഷൻ ഇല്ല, അല്ലെങ്കിൽ എനിക്കൊരിക്കലും ആ ആളുടെ അടുത്ത് സെക്യൂരിറ്റി ഫീലിംഗ് ഇല്ല, എനിക്ക് ആ ഒരു വിശ്വാസം എന്നുള്ളത് ആളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നില്ല, പിന്നെ എന്തിനാ ഞാൻ ഈ ജീവിതം വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും പല ഡിവോഴ്സസിലേക്കും പിന്നീട് പോകുന്നത്. അപ്പം ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തൃപ്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലിംഗത്തിൻ്റെ സൈസിന് ഒരു പ്രാധാന്യവും അവിടെ യഥാർത്ഥത്തിലില്ല. ഓക്കെ, അതേപോലെ ലിംഗത്തിന് സൈസ് ഇല്ല എന്ന തെറ്റിദ്ധാരണ സ്ത്രീകൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾ ഫോണിൽ കാണുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ലിംഗങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഹോർമോണൽ തെറാപ്പികൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നടത്തി ആർട്ടിഫിഷ്യലായിട്ട് കൊണ്ടുവരുന്ന ആ ഒരു വലുപ്പമാണ്. ഈ വലുപ്പത്തിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ വജൈനൽ കനാലിൻ്റെ ഈ ഒരു സൈസ് ഞാൻ പറഞ്ഞു, ഈ ഒരു സൈസിലേക്ക് ഇത്രയും വലിയ ലിംഗം പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആക്ച്വലി ഭയങ്കര പെയിൻഫുൾ ആകാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ നോർമൽ ലൈഫിനെ പോലും അത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ള ഭാഗങ്ങൾ അവിടെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, നിങ്ങളുടെ സെക്സ് ലൈഫ് ഓക്കെ ആണോ എന്നുള്ളതാണ്. ഈ ഒരു സൈസിൽ എത്ര ഉണ്ട്, എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ അവിടെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ ഈ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഫോൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് മാത്രമുള്ള ഒരു സംഭവമാണ്. അത് റിയൽ ലൈഫാണ് എന്ന് കരുതി നിങ്ങൾ അതിലെ കാര്യങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫിൽ നടക്കണം എന്ന് ആഗ്രഹിക്കും തോറും നിങ്ങളുടെ റിയൽ ലൈഫിലുള്ള
നല്ല രസങ്ങൾ അല്ലെങ്കിൽ നല്ല മൊമെന്റ്സ് ഇല്ലാണ്ടാവുകയാണ് അവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ പലപ്പോഴും ഫോണിലുള്ളത് പോലെ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ അടുത്ത് എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് ഒബ്സഷൻസും കാര്യങ്ങളൊക്കെ കാരണം അവർ ആ ഒരു ഫോണിൽ കാണുന്ന രീതിയിലേക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി. പിന്നീട് അത് അവർ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്തൊരു സാഹചര്യത്തിലേക്ക് എത്തി. കാരണം ഒരിക്കൽ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു റിട്ടേൺ നോർമലായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത് ഭാര്യ ഭർത്തൃ ബന്ധം അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ അത് നല്ല രീതിയിൽ അവിടെ ബാധിക്കുന്നുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതം എന്ന് പറയുന്നത് സ്നേഹമാണ് അവിടെ വലുത്. ഓക്കെ, നിങ്ങൾക്ക് സ്നേഹം വേണം, കെയർ വേണം, ട്രസ്റ്റ് വേണം. അൾട്ടിമേറ്റ്ലി അത് സെക്സിലേക്ക് എത്തണം. അതല്ലാതെ ഇതൊന്നും ഇല്ലാതെ സെക്സിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം അത് ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. നിങ്ങൾ എത്ര കാലം വേണമെങ്കിലും എനിക്കിങ്ങനെ പോവാം എന്നുള്ള തെറ്റിദ്ധാരണയിൽ നടക്കും. പക്ഷേ അതൊരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിലുള്ള ഹോർമോണൽ വ്യതിയാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു താല്പര്യത്തിനോടുള്ള അല്ലെങ്കിൽ ഈ ഒരു എക്സ്ട്രീം ലെവലിലുള്ള സ്റ്റിമുലേഷനും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങ് നിൽക്കും. പിന്നീട് ഉണ്ടാകുന്ന ലൈഫ് ഭയങ്കര മിസറബിൾ ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ലിംഗം ചെറുതാണ് എന്നുള്ള പ്രശ്നമുണ്ട്, അതിൽ എന്തെങ്കിലും ചെയ്തിട്ട് വലുതാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് പല ആളുകളും വരാറുണ്ട്. അപ്പോൾ അതിൽ പറയാനുള്ളത്, അതിലൊന്നെന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കറക്റ്റായിട്ട് എക്സസൈസസ് നടക്കുന്നുണ്ട്, പെൽവിക് ഫ്ലോർ മസിൽ കീഗൾ എക്സസൈസസ് ചെയ്യുന്നുണ്ട്, അതേപോലെ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ എത്തുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിലേക്ക് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ചെയ്യും. ഇത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലുള്ള ലിംഗത്തിൻ്റെ മാക്സിമം സൈസിലേക്ക് അത് എത്തും. കറക്റ്റായിട്ടുള്ളൊരു രീതിയിലേക്കുള്ള രക്തയോട്ടം അവിടെ ഇല്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും ലിംഗം ചുരുങ്ങി നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. അതേപോലെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നല്ല തടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു തടി, പ്രത്യേകിച്ച് വയറുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും തോന്നും ഓക്കെ എൻ്റെ ലിംഗം ഒന്നുകൂടെ വലുതായോ എന്നുള്ളത്. കാരണം അവിടെ ഒരു വിസിബിലിറ്റി, നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഒരു വിസിബിലിറ്റി അവിടെ കുറയുന്നുണ്ട്. അപ്പം തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല തടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവർ വലിയ ബോഡിയിലേക്ക് ഈ ഒരു ലിംഗത്തിൻ്റെ സൈസ് എപ്പോഴും ചെറുതാണെന്ന് തോന്നാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പരിധി വരെ വെയിറ്റ് കുറയ്ക്കുമ്പം അല്ലെങ്കിൽ നിങ്ങളുടെ വയറ് കുറയ്ക്കുമ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം അവിടെ ഇല്ലാതെ ആവുകയാണ്. അതേപോലെ പറയാനുള്ളത്, എന്നിട്ടും മാറ്റമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വലുതാക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ അത് നിർബന്ധമില്ല കേട്ടോ. അതേ ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ആക്ച്വലി അവിടെ ഇല്ല. പക്ഷേ അങ്ങനെയാണ്, നിങ്ങൾക്ക് വേണം എന്നുള്ള സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ അതിന് തെറാപ്പീസും കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. അപ്പം വീണ്ടും വീണ്ടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള കാര്യം, നിങ്ങളൊരു സെക്സ് ലൈഫിലേക്കാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലുള്ളൊരു സെക്സ് ലൈഫാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ലിംഗം എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എന്നുള്ളതല്ല അവിടുത്തെ മാറ്റർ. അല്ലെങ്കിൽ അവിടെ ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സൈസാണ്. പക്ഷേ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള മാനസിക അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷൻ എന്നുള്ളതാണ്. അതിലുപരി ആ ഒരു ട്രസ്റ്റ്, സ്നേഹം, അതേപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു മുന്നോട്ട് പോകണം എന്നുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് കൂടിയാണ്. അപ്പം കൂടുതൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.